പ്രൈസ് ലോർഡ്. വചനപ്രകാരം പറയുന്നു, സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യം. മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതിയുടെ ഇടയിൽ ഉന്നതനാക്കും, ഞാൻ ഭൂമിയിൽ ഉന്നതനാക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമോ ദുർഗമാകുന്നു. നീ അനുഭവിക്കുന്ന, നീ പ്രയാസപ്പെടുത്തുന്ന, നിന്നെ ഒറ്റപ്പെടുത്തുന്ന വിഷയങ്ങൾ നീ മിണ്ടാതിരിക്കും. മുഴങ്കാലിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. നീ ഭാരപ്പെട്ട വിഷയത്തിനകത്ത്, നീ പ്രയാസപ്പെട്ട വിഷയത്തിനകത്ത്, നീ കരഞ്ഞ വിഷയത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി മറുപടി അയക്കും. നീ പ്രതികരിക്കാൻ പോകരുത്. പ്രതികരിക്കാതെ ദൈവസന്നിധിയിൽ നിന്റെ വിഷമങ്ങൾ ദൈവത്തോട് പറയുമെങ്കിൽ ആ വിഷയത്തിനകത്ത് നീ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നതിന് മുമ്പ് മറുപടി നീ കാണും. ഇനി ഉയർച്ചയില്ല എന്ന ജാതികളും ദേശക്കാരും പട്ടണക്കാരും വിധി ചെയ്തിരിക്കുമ്പോൾ വചനപ്രകാരം പറയുന്നു, നിന്നെ ഞാൻ ഉന്നതങ്ങളാക്കും. ജാതിയുടെ ഇടയിൽ ഹല്ലേലൂയ, ദേശത്തിന് നടുവിൽ, പട്ടണത്തിന് നടുവിൽ ഞാൻ നിന്നോട് കൂടെയുണ്ടോ. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉള്ള കാലത്തോളം ഒരു പിശാചിന് പോലും ഒരു മനുഷ്യർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ പുത്രത്തിൻ്റെ ശക്തി നിന്നോട് കൂടെ ഉള്ള കാലത്തോളം നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല. പ്രൈസ്. അതുകൊണ്ട് നീ ഒന്നിനെ പ്രതികരിക്കാൻ പോകരുത്. നിന്റെ വിഷയങ്ങൾ, ഭാരങ്ങൾ ദൈവത്തോടൊന്ന് പറ. കർത്താവേ, ഞാൻ ഇന്ന വിഷയത്തിന് ഭാരപ്പെടുന്നുണ്ട്, ഇന്ന വിഷയത്തിനകത്ത് പ്രയാസപ്പെടുന്നുണ്ട്, എനിക്ക് പരിഹാരമായി എൻ്റെ അപ്പ എന്നോട് കൂടെ ഇരിക്കണം. വചനപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടോ. ഭ്രമിച്ചു പോകണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ എൻ്റെ അപ്പൻ നിന്നോട് കൂടെയുണ്ടോ. വിശ്വസിക്കുക, നിന്നെ ജാതിയുടെ ഇടയിൽ ഉന്നതനാക്കും. 2026 പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം നിന്നെ മാനിക്കപ്പെടാൻ പോകുക. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.